ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും പീലിമോളും കൂടി ഇന്ന് ഉച്ച മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം ലീവാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പീലിമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടയ്ക്ക് അമ്മേനെയും മാമനെയൊക്കെ കാണണമെന്ന് പറയുമ്പോൾ കൊണ്ടുപോകും. പിന്നെ തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും കൊണ്ടുവരും കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖിലിൻ്റെ അമ്മ അവിടെ ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മോന് തന്നു വിട്ടു കേട്ടോ, ഞാൻ കഴിക്കില്ല. അപ്പോൾ എനിക്ക് മാത്രം തക്കാളി വാട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ ഞാനും പീലിമോളും കൂടി ഊണഴിക്കാൻ പോവാണ്. പീലിമോളെ കൊണ്ട് ചോറ് തീറ്റിക്കാനും കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഇന്ന് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഡയപ്പറൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ട് ആദ്യം തന്നെ ബക്കറ്റിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയേ ഉള്ളൂ, അപ്പോൾ പൊടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് ആ ജെല്ല് എടുത്തിട്ട് ബാക്കിയുള്ളത് വേസ്റ്റ് കത്തിച്ച് കളയും കേട്ടോ. അപ്പോൾ പീലിമോളും കൂടിയുണ്ട്. ജെല്ല് കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളമായി പോകും കേട്ടോ. അപ്പോൾ ഞാനത് കൊണ്ടുപോയി കുറച്ച് വാഴയുണ്ട് ഇവിടെ, അപ്പോൾ വാഴയ്ക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇത് ഈ ഒരു അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. മാറാലൊക്കെ പിടിച്ചെടുക്കണം. വന്നപ്പോൾ തുടങ്ങി ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല അന്ന്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ നിന്ന് എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ചിരട്ടയൊക്കെ കത്തിക്കാൻ പോണില്ല, എന്നാലും ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. വിറകടുപ്പിൽ കത്തിച്ചിട്ട് ഞാൻ വർഷങ്ങളായിട്ടോ. എൻ്റെ മോള് ചെറുതായിരുന്നപ്പോൾ അറക്കപ്പൊടിയൊക്കെ ഇട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വർഷമായി എനിക്ക് വിറകടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ സമയവും ഇല്ല. ഇതിലാണെങ്കിൽ ഇത് പുകയില്ലാത്ത അടുപ്പാണ്, എന്നാലും എനിക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് കൈയും കാലൊക്കെ കഴുകി അപ്പോൾ പീലിമോളുടെ ഡ്രസ്സൊക്കെ മാറ്റി അവളെ കുറുക്ക് കൊടുത്തിട്ട് കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ ഉറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് തുണിയൊക്കെ മടക്കാണ്ട്, പിന്നെ റൂമൊക്കെ ഒന്ന് അടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. തുണി മടക്കി വെക്കുകയാണെങ്കിൽ 2 ദിവസത്തെ തുണി മടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മടക്കി ഒതുക്കി വെച്ചു. പീലിമോൾ കൂടെ തന്നെ നടക്കുവാണ് കേട്ടോ. തുണിയൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഞാൻ ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ. തക്കാളി വാട്ടിയതായിരുന്നു എനിക്ക്. ഞങ്ങൾ TV ചെയറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. TV-യുടെ ക്ലാമ്പ് വീട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും എവിടെയോ മിസ്സായി പോയി. അത് നോക്കിയെടുക്കണം, ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഊണ് കഴിച്ചതിന് ശേഷം മുറിയൊക്കെ ഒന്ന് ഇടാം കേട്ടോ. അപ്പം ഞാൻ എപ്പോൾ ചൂലെടുത്താലും പീലിമോള് അടുത്ത് വന്നിട്ട് ചൂല് തട്ടിപ്പറിച്ച് മേടിക്കും കേട്ടോ. അവൾ എൻ്റെ നിന്ന് ചൂല് മേടിക്കാൻ വേണ്ടി എൻ്റെ പുറകെ നടക്കുവാണേ.
പിന്നെ വൈകിട്ടത്തേക്ക് കുടിക്കാനായിട്ട് കട്ടൻ കാപ്പി വെക്കുവാണ് കേട്ടോ. പഞ്ചസാര കോരി ഇടുന്നതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല മധുരം വേണം കേട്ടോ. എന്നെ എല്ലാവരും വഴക്ക് പറയും. എന്നാലും ഞാൻ നല്ലോണം മധുരമിട്ട് കുടിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത് കഴിക്കാനായിട്ട് ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ അത് അരിയുണ്ട ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ അരിയുണ്ട ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അരിയുണ്ട ഇങ്ങനെയാണോ അരിയുണ്ട ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അരി വറുത്തെടുത്തു. പീലിമുള അപ്പോൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, അവളെ എടുക്കാൻ പറഞ്ഞുകൊണ്ട്. വേണ്ടേ വേണ്ടേ മധുരല്ലേ? മധുരം അത് മതി. ആദ്യം പീലിമുളക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ മോനും ഇടക്കിടക്ക് വന്ന് ശർക്കര എടുത്ത് തിന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മനസ്സിലായിട്ടില്ലല്ലോ. മതി, വയറുവേനെടുക്കോ. ഈ അരി ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ തേങ്ങ പൂളി ഇട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പീലിമോൾ ഇപ്പോൾ കരച്ചിൽ തുടങ്ങും കേട്ടോ. അപ്പോൾ മിക്സിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് പേടിയാണ്, അവൾ കരച്ചിൽ തുടങ്ങും. മോൻ കുറേ നേരമായിട്ട് ആ തേങ്ങ വന്നെടുത്ത് തേങ്ങയല്ല ശർക്കര വന്നെടുത്ത് തിന്നുന്നു. എന്താ വേണ്ടേ? ആ ഇന്നത് ഇതാണ്
ഒരു പ്രാവശ്യം അവൾ ചോദിച്ചപ്പോൾ അവൾ വായിൽ അരി ഇട്ട് കൊടുത്തിട്ടോ, പിന്നെ ശർക്കര കൊടുത്തിട്ടോ വേണ്ടാന്ന് പറയണം. എന്ത് ഇനി വേണോ? അത് ഞമ്മള എന്നാല് മിക്സി അല്ലേ ഇത് പൊടിച്ച് ഇതെന്തൊരു കൊച്ചാണിത്? മിക്സി അല്ലേ കൊല്ല? മിക്സിയുടെ ഇത് ടപ്പല്ലേ? ഓ മിക്സി പേടിപ്പിച്ച പൊന്നിനെ. എടുക്കാം ഒന്നും കൂടി ബാ ഒന്നുകൂടി ബാ. ഉണ്ടണ്ടാക്കി തരാട്ടാ. ഉണ്ടണ്ടാക്കി തരാലോ കുഞ്ഞി. ഉണ്ട വേണം? ഉണ്ട. അങ്ങനെ വറുത്തരി പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചിട്ട് ഉണ്ട പിടിച്ചെടുത്തു കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർത്തില്ലായിരുന്നു, അതുകൊണ്ട് നല്ല ഷേപ്പൊന്നും കിട്ടിയില്ല. എന്നാലും ഒരു വിധത്തിൽ ഉണ്ട പിടിച്ചെടുത്തു കേട്ടോ. അങ്ങനെ അരിയുണ്ടയും കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി കഴിച്ചു കേട്ടോ. 3 പേരും കൂടി കഴിക്കുന്ന വീഡിയോ കിട്ടിയില്ല കേട്ടോ. വീഡിയോ ഓണായില്ലായിരുന്നു. ഞങ്ങൾ പീലിമോള് അരിയുണ്ട എടുക്കാനായിട്ട് വരുന്നതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അത് കിട്ടിയില്ല. പിന്നെ ഇത് ഞങ്ങൾ മുറ്റത്തും പിന്നെ വഴിയുടെ അരിയിലൊക്കെ കുറച്ച് പുല്ല് പിടിച്ച് കണ്ടിട്ട് അതൊക്കെ പറിച്ച് കളയാൻ പോവുകയാണ്. പീലിമോള് ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് പറിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അഖിലിൻ്റെ വീട്ടിൽ നിന്ന് മമ്മട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പറ്റാവുന്നിടത്തോളം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മുറ്റമൊക്കെ അടിച്ചിട്ട് കുറേ നാളായിട്ടോ. എനിക്ക് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത് സ്വന്തം എന്ന് പറഞ്ഞാൽ ഒരു 1.25 സെൻറ്റ് സ്ഥലമുണ്ട്. അച്ഛൻ്റെ കൈവശം ഇരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു ചെറിയ ഷെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പറമ്പ് മുറ്റമൊന്നുമില്ല കേട്ടോ അടിക്കാനായിട്ട്. പണിയുണ്ട് ബാന്ന് പറ. കുറച്ച് പണിയുണ്ട് കുറച്ച് പണി ഉണ്ട് പറഞ്ഞേ. മുട്ടത്തലയാണ് കേട്ടോ കൊച്ചിൻ്റെ. കുറച്ച് പണിയുണ്ട് പറഞ്ഞേ. കുറച്ച് പണിയുണ്ട് പറഞ്ഞേ. കുറച്ച് പണിയുണ്ട് പറഞ്ഞേ. കുറച്ച് പണിയുണ്ട്. പുല്ല് പറിച്ചാൻ പോണ് പറഞ്ഞേ. പുല്ല് പറിച്ചാൻ പോണ് പറ. പുല്ല് പറിച്ചാൻ പോണ്. അപ്പം ഞങ്ങൾ പുല്ല് പറിക്കാൻ പോവാണ് കേട്ടോ. ബാ മമ്മട്ടി എടുത്തു. എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ മുമ്പ് 7 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അതിൽ 4 സെൻറ്റ് വിറ്റ് പോയി. പിന്നെ ബാക്കിയുള്ള 3 സെൻറ്റിൽ ഞാനും എൻ്റെ ആങ്ങളെയും കൂടി താമസിക്കും കേട്ടോ. ഫ്രണ്ടിലെ ആങ്ങളെയും ബാക്കിൽ ഞാനും അവിടെ കേട്ടോ ഞാൻ ഷെഡ് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അത് മെയിൻ്റെനൻസ് ചെയ്യാണ്ട്. പക്ഷെ അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതാണ് ഞാനത് വാടകയ്ക്ക് കൊടുത്തത്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഭാഗത്ത് എന്താ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ വഴിയിൽ ഇങ്ങനെ പുല്ല് കാട് പോലെ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ജർബറയിലും മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് വാടി നിൽക്കുവാണ്. ഇന്ന് നല്ല വെയിലുണ്ടാകുന്നു. 2 മൊട്ടുണ്ട്. 2ഉം വാടി നിൽക്കുവാണ് കേട്ടോ. ഇതിലുണ്ട് റോസ് ഇത് പൊടിച്ച് വന്നിട്ടുണ്ട്. ജർബറയുണ്ട്.
ഇതൊക്കെ ഇവിടം വരെ വൃത്തിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ഒന്ന് പറിക്കാനുണ്ട്. ഇവിടെയൊക്കെ കാട് പിടിച്ചിടക്കണേ, പറ്റുന്നിടത്തോളം പറിക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇത് ഞാൻ കൊണ്ടുവന്ന റോസ് എല്ലാം പൊടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡാലിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഈ 3 റോസ് പോയിന്ന് വിചാരിച്ചാണ് കേട്ടോ. ഒരെണ്ണത്തിൽ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുല്ല് പറിക്കാം. ഒട്ട് പറിക്കല്ലേ, ബാ. പണ്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഒരുപാട് സാധനങ്ങൾ നടാറുണ്ടായിരുന്നു കേട്ടോ. ചേമ്പ്, ചേന, അതുപോലെ കപ്പ, അച്ചിങ്ങ, പയറ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് സ്ഥലമുണ്ടെങ്കിലും 4 സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 3 സെൻറ്റ് സ്ഥലത്ത് ഇങ്ങനെ ഞങ്ങൾ കൃഷി ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. കണ്ടിച്ചേമ്പ്, അങ്ങനെ എല്ലാം അമ്മയും ഞാനും ഒക്കെ കൂടി പറമ്പൊക്കെ കിളച്ച് കൃഷി ചെയ്യാറുണ്ടായിരുന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ട പച്ചക്കറി എല്ലാം കിട്ടുമായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ കാണുമ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം എനിക്ക് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതേ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞു. നോക്കി പറഞ്ഞേ, ഇങ്ങോട്ട് നോക്കി പറ. നോക്ക്, പുല്ല് പറിച്ച് കഴിഞ്ഞു, കാല് എഴുന്നറ പറ. ഡയപ്പറിൻ്റെ ജെല്ലിൽ കുറച്ചൊക്കെ വെള്ളമായിട്ടുണ്ട് കേട്ടോ. അത് വാഴച്ചോട്ടിൽ കൊണ്ടുപോയി ഇപ്പോൾ ഒഴിക്കുന്നില്ല, അവിടെ കൊണ്ട് വെക്കുവാണ്. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ശരിക്കും വെള്ളം പോകും കേട്ടോ. അവിടെ വലിയൊരു ബക്കറ്റിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് കൊണ്ടുപോയി ഒഴിച്ചു. പിന്നെ അതേ കുറച്ച് ചവറുണ്ട്, അതൊക്കെ ഒന്ന് അടിച്ച് കളയാമെന്ന് വിചാരിച്ചു. കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ അവർ വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ കരിയിലൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കത്തിച്ച് കളയാം. പിന്നെ നമ്മുടെ ഡയപ്പറിൻ്റെ വേസ്റ്റുണ്ട്, അതും കൂടി ഒന്ന് കത്തിച്ച് കളയാം കേട്ടോ. പുല്ല് പറിച്ച് കഴിഞ്ഞു. കുച്ചാൻ പോകുന്നെ ഉറക്കെ പറ. കുച്ചാൻ പോകുന്ന ഉറക്കെ പറ. കുച്ചാൻ പോകുന്ന പുല്ല്, ഞങ്ങളുടെ പുല്ലൊക്കെ പറിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കാൻ പോണേന്ന് കേട്ടോ. കുളിച്ചിട്ട് വരാം പറഞ്ഞേ. പുല്ല് പറിക്കണതിൻ്റെ ഇടയ്ക്ക് റോസപ്പൂവും പീലിമോളും പറിച്ച് കളയണം. എന്നത് ഞങ്ങൾ കുച്ചാൻ പോണേ. കുച്ചാൻ പോണ മേലിരുന്നോ പോണേ. അഴുതണ്ട കണ്ണി തേച്ച് അല്ല മൂത്ത് വെച്ച് അടിച്ചു
കഴിഞ്ഞ് വന്നേ കുളിച്ച് കഴിഞ്ഞ് മെത്തച്ച് തലയിലൊഴിക്കരുത് ആ മതി കുഞ്ഞു കുത്തിയേ വായ തുപ്പ് 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 മതി 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 തോർത്ത് വിടുന്ന് വെറുതെ വെച്ചെടുക്കല്ലേ മടി കളിയാക്കും കളിയാക്കും അയ്യേ മതി തുറക്കട്ടെ ഉൾപ്പെട്ട് ഗൈസ് കളിയാക്കും ഗൈസ് കുളിച്ചു കഴിഞ്ഞു ഗൈസ് പറഞ്ഞു കുളിച്ചു കഴിഞ്ഞു ഗൈസ് പറഞ്ഞു കുച്ചു കഴിഞ്ഞു പറഞ്ഞു ഇരുമുള് കുച്ചു കഴിഞ്ഞു പറഞ്ഞു ഇരുമുള് കുച്ചു കഴിഞ്ഞു ടാറ്റാ പറഞ്ഞു കുച്ചോട്ടാ കുച്ചോട്ടാ അതെന്തിനാ വിട്ടെ ഓടി കള്ളി അതെന്തിനാ അങ്ങോട്ട് ഇട്ടേ പാട്ടോടെ കണ്ണട്ടേക്കാണല്ലേ എന്തോരം പാട്ടോടെ കണ്ണട്ടേക്കാണല്ലേ കൊറേ പാത്തോണ്ട് തേക്കാൻ കുഞ്ഞാരിയാണ് കുഞ്ഞാരി 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 ആര് മോള ആരുടെ ആരുടെ അല്ലേ ആരുടെയാണ് ആരുടെയാണ് അമ്മാമ്മയുടേനാ അച്ചാമ്മയുടേനാ ആരുടെയാണ് ആര് ആരുടെയെന്നോ ആരുടെയാണ് ആരുടെയെന്ന് ആരെ കളി ആരുടെയാണ് ഇക്ക ആരുടെയെന്നോ ഒച്ചല്ലേ അമ്മാമ്മയുടെ പൊന്നാരാ അമ്മാമ്മയുടെ പൊന്നാരാന്നോ ആ ഇത്ത അമ്മാമ്മയുടെ പൊന്നാരാ അമ്മാമ്മയുടെ പൊന്നാരാ ആ പറ അമ്മാമ്മയുടെ പൊന്നാരാ അല്ലേ എന്നാ പോന്ന ഞാൻ നിൽക്കണേ അമ്മാമ്മയുടെ കുഞ്ഞാരാ ആരാ അല്ലേ അമ്മാമ്മയുടെ അല്ലേ അമ്മാമ്മ എന്തിനു പോയി എവിടെ പോയി എത്തിയല്ലോള് കള്ളി 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 എന്തോരം പാട്ടോന്ന് നോക്കിയേ എന്തോരം പാട്ടോന്ന് തേക്കാൻ തേച്ചരുവോ കുഞ്ഞു തേച്ചരുവോ പറ കുഞ്ഞു തേച്ചരുവോ എല്ലാം കുഞ്ഞു തേച്ചരു പാത്രം പാത്രം തേച്ചരുവോ
ചൂടുവെള്ളം പേച്ചു പോയേ, കുഞ്ഞു പേച്ചു പോയേ. നിൽക്കന്നാ കുഞ്ഞിനെ പിടിച്ചിട്ട് അമ്മമ്മ എങ്ങനെ നിൽക്കാനാ? നിക്ക് നിക്ക് കൈ മുറിഞ്ഞു. ഓ നിക്ക് നിക്ക് പോയി കഷ്ണം കഷ്ണം അതെ അല്ല നോക്ക് കുഞ്ഞിന് വേണ്ടേ? പോയി പോയത് ഇത്രേ ഉള്ളൂ. ആകെ പോയി എന്നിട്ട് മറ്റേ അമ്മമ്മ കത്തി താഴെ കളഞ്ഞിട്ട് വെച്ചേട്ടാ. കളഞ്ഞിട്ട് വെച്ച അവിടെ നിന്നോ, അവിടെ നിന്നോ, വരണ്ട, അവിടെ നിന്നോ, അവിടെ നിന്നോ. വേണ്ട വന്നേ, വേണ്ട പോട്ടെ, വേണ്ട. വേണോ കുഞ്ഞിന്? വേണോ? വേണോ? കുഞ്ഞിന് ഇഷ്ടമല്ല മോനെ? വേണ്ട മോനെ? നാമഞ്ചൊല്ലി പോയിരുന്നു. പോ പോ നാമഞ്ചൊല്ലിക്ക്. വേണ്ടേ? തിന്നുപോയാ? വേണോ? എവിടെ പോയി? തൊണ്ടയിൽ പോയാ? ആ തൊണ്ടയിൽ പോയാ? വേണോ ചേച്ചി? വേണോ? കറിയാക്കണം.
വേണം. കൊള്ളണ്ട പറയാ. അമ്മ എടുത്ത് കാര്യം ഒന്ന് ഓണാക്കിയ കൊതുക് കടിച്ചാ. ഈ കൊതുകിന് വേറൊരു പണിയില്ലേ? കൊച്ചിനെ കടിക്കാണ്ട്, കൊച്ചിനെ കടിക്കലില്ലാണ്ട് വേറെ ഒരു പണിയില്ല കൊതുകിന്. പിന്നെ ഇതൊരു കറി ചോറ് വേണം. ഈ കറി ഇട്ട് ചോറണ്ടേ? കണ്ട പൈനാപ്പിളിന് മധുരം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൈനാപ്പിൾ വെന്ത് വന്നപ്പോഴേക്കും അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരമുറി തേങ്ങ, കുറച്ച് ജീരകം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2 അല്ലി ചുമന്നുള്ളി, ഇത്രയും ചേർത്താം കേട്ടോ അരപ്പ് റെഡിയാക്കിയത്. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരപ്പൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും മോര് ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ. നമ്മുടെ നാടൻ മോരാണ് കേട്ടോ, നല്ല പുളിയുള്ള മോരാണ് വാങ്ങിയത്. ഒരു കവറ് ഫുള്ള് ഒഴിച്ചു കേട്ടോ. മോരൊന്ന് ചൂടായി വന്നപ്പോഴേക്കും വാങ്ങി വെച്ച് താളിച്ചിടുവാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്യാനായിട്ട് പീലിമോൾക്ക് കൊടുത്തപ്പോൾ ആദ്യം അവൾ വേണമെന്ന് പറഞ്ഞു. പിന്നെ നാക്കി തൊട്ട് ടേസ്റ്റ് അറിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും കടുകും കുറച്ച് ഉലുവയും 2 ഏലക്കയെ 2 ഉണ്ടായുള്ളൂ കേട്ടോ. 3 ഉണ്ടായി 3 ഇടാമായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് സ്വാദിഷ്ടമായ മധുരമുള്ള മോരുകറി, പൈനാപ്പിൾ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞാവനെ കാണാൻ പോവണേ. കുഞ്ഞാവനെ കാണാൻ പോകുന്നതാണ്. കുഞ്ഞാവനെ കാണാൻ പോകുന്നതാണ്. ഹായ് ചോറിനാ മോൻ. ഹായ് പറഞ്ഞേ. ഹായ് ചോറിനാ മോനിക്ക്. മോരുകറി, തക്കാളി അങ്ങനെയാണ് ചോദിച്ചത്. എന്താ അമ്മാമൻ ചോദിച്ചാ 7 മണിയായപ്പോഴേക്കും തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഇതേ മോൾക്ക് ചോറ് കൊടുക്കാൻ പോവാണ്. ഞാനും എടുത്തിട്ടുണ്ട്. മോൾക്ക് കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കും കേട്ടോ. ടാറ്റാ ടാറ്റാ ഉമ്മ ഉമ്മോട്ട് അല്ല ടാറ്റാ പോട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് ഇന്നലത്തെ സൺഡേ വിശേഷമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ.